ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളുടെ ക്രിസ്തു ഭാഗം 60. ലൂസിഫറിൻ്റെ ആദ്യകാല വാഴ്ചയും വീഴ്ചയുമാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. ഇതേക്കുറിച്ച് യെഹെസ്കേൽ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് നാം എടുക്കുന്നത്. അതുകൂടാതെ യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 12 കൊണ്ടും നാം ഇതിനെ വ്യാഖ്യാനിക്കുന്നു. അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു സോർ രാജാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിലയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല എന്നാണ് പണ്ഡിതാഭിപ്രായം. അവർ ഇവനെ സാത്താൻ്റെ പ്രതീകമായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ വാക്യങ്ങളിലൂടെ സാത്താനെക്കുറിച്ച് ലഭിക്കാവുന്ന ചിന്തകൾ നമുക്ക് നോക്കാം. അവയിൽ ലൂസിഫർ അവൻ ദൈവസൃഷ്ടിയാണെന്ന് കാണുന്നു. അതിനാൽ അവനൊരു ആരംഭമുണ്ട്, അവന് രാജത്വമുണ്ട്, അവൻ മാതൃകാ മുദ്രയായിരുന്നു. മാത്രമല്ല ജ്ഞാനസമ്പൂർണനായിരുന്നു. ജ്ഞാനസമ്പൂർണൻ എന്ന് വെച്ചാൽ സർവജ്ഞാനി എന്ന അർത്ഥത്തിലല്ല, ജ്ഞാനത്താൽ നിറഞ്ഞവൻ എന്ന നിലയിൽ. അതുപോലെ സൗന്ദര്യത്തിൽ സമ്പൂർണനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം അവൻ സ്വർഗത്തിൽ ദൈവസന്നിധിയിലും ആയിരുന്നു. അതുപോലെ അവനെ സകലവിധ രത്നങ്ങളാലുമുള്ള ആവരണത്താൽ മൂടപ്പെട്ടവനായി കാണുന്നു. അതോടൊപ്പം സംഗീത ഉപകരണങ്ങളോടുകൂടെ അവൻ നിർമ്മിക്കപ്പെട്ടിരുന്നുവെന്നും കാണിക്കുന്നുണ്ട്. കൂടാതെ കെരൂബ് വർഗത്തിൽപ്പെട്ട ഒരു ദൂതനായിരുന്നു എന്നും അവിടെ കാണുന്നു. മാത്രമല്ല വിശുദ്ധ ദൈവപർവ്വതത്തിൽ അവനെ ഇരുത്തിയിരുന്നു. അവൻ്റെ ആ സ്ഥാനം ഏദൻ തോട്ടത്തിലെ വിശുദ്ധ പർവ്വതത്തിലും ആയിരുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ അവൻ സഞ്ചരിച്ചിരുന്നു. അവന് ഉലാത്തുന്നതിനുള്ള വീഥികളുടെ ഇരുവശങ്ങളും അഗ്നിമയ രത്നങ്ങളെ കൊണ്ട് നിറച്ചിരുന്നു. അവനിൽ നീതികേട് പിന്നീട് കാണപ്പെടുകയും ആ നീതികേട് കാണപ്പെടുന്നതിന് മുമ്പ് നടപ്പിൽ നിഷ്കളങ്കനായിരുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം അവൻ്റെ വ്യാപാരം എന്ന് പറഞ്ഞാൽ വളരെയധികം ചുമതലകൾ ദൈവം അവനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്തു. അവൻ്റെ പാപം എന്ന് പറയുന്നത് അഹങ്കാരം അഥവാ നിഗളവും മത്സരവുമായിരുന്നുവെന്ന് നാം പിന്നാലെ കാണുന്നു. അങ്ങനെ അവിടെ മുതൽ അവനെ അശുദ്ധനായി തീർന്നു. അതായത് അവനെ അശുദ്ധൻ എന്നീ എണ്ണപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് അശുദ്ധൻ എന്ന് വിധിച്ചു. തുടർന്ന് അവൻ്റെ പാപം വർദ്ധിക്കുന്നതായിട്ടും നാം വായിക്കുന്നു. ഇക്കാര്യങ്ങൾ നാം നോക്കിക്കാണേണ്ടത് യെഹെസ്കേൽ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12 വാക്യങ്ങളിലാണ്. നാം അവിടേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നീ മാതൃകാമുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകലരത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകുവിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രത്നങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദൈവപർവ്വതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. ഈ മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രത്നങ്ങളുടെ മധ്യ നിന്ന്
മുടിച്ചു കളഞ്ഞു. നിൻ്റെ സൗന്ദര്യ നിമിത്തം നിൻ്റെ ഹൃദയം ഗർവിച്ചു. നിൻ്റെ പ്രഭ നിമിത്തം നീ നിൻ്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.